ഇത് വലിയ വലിയ ലക്ഷ്മി ദേവി. എത്ര 17 നമ്മൾ നേരത്തെ 17 മോഡലൊക്കെ കണ്ടില്ലേ? 20-25 മോഡലൊക്കെ കണ്ടപ്പോ ഇത്രയും വലിപ്പം ഉണ്ടായിരുന്നില്ല. എക്സ്ക്ലൂസീവ് വർക്കുകളാണ്. ഇതെന്ന് വെച്ചാൽ നല്ല പൊലിവേലി ചെയ്തിരിക്കുന്ന വർക്കാണ്. ഇതന്നെ നമുക്ക് വേണമെങ്കിൽ എയർപോർട്ടായിട്ട് യൂസ് ചെയ്യാം. അപ്പൊ അത് തന്നെ വേണം. ഇപ്പൊ ഔട്ടർ വലുത് വരുമ്പോ നല്ല ഭംഗിയായിരിക്കും. ചിലപ്പോ ഇതുപോലുള്ള പീസുകളൊക്കെ വേണമെങ്കിൽ എയർപോർട്ടായിട്ടൊക്കെ യൂസ് ചെയ്യാം. ഇതിങ്ങനെ ഇങ്ങനെ വരുന്നത് സ്റ്റിഫ് അല്ല, ഫ്ലെക്സിബിൾ ആണ്. അപ്പൊ നമുക്ക് എയർപോർട്ടായിട്ട് ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അത് എത്ര രൂപ വരും? ഇതോ ഇത് 5 പോയിന്റ് 5.5 പോയിന്റ് 6 ഇത് പ്രത്യേകതകളാണ്. അത് ലക്ഷ്മി അഷ്ടലക്ഷ്മിയാണ്. ഇവിടെ ഇത് ലക്ഷ്മിയുടെ ഒരേ രൂപം തന്നെ കണ്ടിന്യൂ ചെയ്യുന്നതാണ്. നമുക്ക് മാക്സിമം വലിപ്പം തോന്നിച്ചിട്ട് ചെയ്തിരിക്കുന്നതാണ്. ഇത് 17 അല്ലേ? 17 രൂപ. ശരിക്കും ഇത് 1 പവൻ കോയിനേക്കാളും വലിപ്പമുണ്ട്. അതുപോലെ ചെയ്തിരിക്കുന്നതാണ്. പിന്നെ ഇതിന്റെ പേരുണ്ടോ? പേര് ഇത് ബെല്ല് പോലെയുള്ള വർക്കാണ്. ഇതൊക്കെ ഫാൻസി വർക്കുകളാണ്. ഫാൻസി തന്നെ നമ്മൾ കുറച്ച് ഓൾട്ടർനേറ്റ് ചെയ്ത് ഡിസൈൻസ് ക്രിയേറ്റ് ചെയ്യേണ്ടിയിരിക്കും. ഇതിൽ സ്റ്റോൺസും റോഡിയും ഉണ്ട്, രണ്ടുമുണ്ട്. സ്റ്റോൺസും ഉണ്ട്. ഈ ഇങ്ങനെയുള്ള ഭാഗത്തൊക്കെ റോഡിയാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക്. അപ്പൊ കണ്ട വൈറ്റ് സ്റ്റോണിന്റെ ലുക്ക് വരും ദൂരം നോക്കും. അപ്പൊ ഇതൊക്കെ എത്ര രൂപ വരും? 15 രൂപ വരും. അപ്പൊ 100 പവനാകുമ്പോ നമുക്ക് അത്രയും ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. 2 മോഡൽ ഉണ്ടല്ലേ? ഇത് മാങ്ങയുണ്ട് സൈഡില്. ഇപ്പത്തെ ഈ സൈഡ് മാങ്ങ. സ്റ്റോൺസ് ഉണ്ട് അതൊക്കെ നോർമൽ സ്റ്റോൺസാ. അത്ര കോസ്റ്റ്ലി സ്റ്റോൺ ഒന്നല്ല. ഗോൾഡൻ റോഡിയാണ് വെച്ചിരിക്കുന്നത്. ഇതിപ്പോ ഇതിന്റെ ഇതേപോലെ തന്നെ വേറെ ഇഷ്ടംപോലെ ഡിസൈൻസ് ഉണ്ട്. ഇതൊരു ഒരു സെലക്ഷൻ, ഒരു പാർട്ടിയുടെ സെലക്ഷനിൽ വന്നിട്ടുള്ളതാണത്. ഓർഡർ ചെയ്ത് കഴിഞ്ഞാണ്? അല്ല, ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാണ്. പിന്നെ അതുപോലെ ഇപ്പൊ ഇതേ വെയിറ്റിൽ തന്നെ ചിലപ്പോൾ വേറെ കസ്റ്റമേഴ്സ് ഇഷ്ടപ്പെടുന്ന വേറെ ഡിസൈൻ ആയിരിക്കും. അപ്പൊ ഇതേ വെയിറ്റിൽ തന്നെ വിവിധ തരത്തിലുള്ള പാറ്റേൺസ് ഉണ്ട്. മുല്ലമുട്ട് നമ്മൾ നേരത്തെ ഒരു പാർട്ടിയുടെ സെലക്ഷനിൽ കണ്ടതല്ലേ? അവരാണ് മുല്ലമുട്ടിന്റെ ഏകദേശം അത് വെയിറ്റ് തന്നെ ഉണ്ടോ അല്ലേ? അത് കല്ലുണ്ടായിരുന്നു. അത് കല്ലില്ലാത്ത അത് കല്ലുണ്ട്. ഇത് ഇപ്പോ ട്രെൻഡ് ആയിട്ടുള്ള സംഭവമാണ് മുല്ലമുട്ട്. എപ്പോഴും ട്രെൻഡാണ് അല്ലേ? വീതി പകുതി വീതിയിലാണ് ആദ്യം വന്നിരുന്നത്. ഇപ്പോ ഈ വീതിയിലാണ് പോകുന്നത്. അത് ചെറുതും സെലക്ഷൻ ഉണ്ട്. നമ്മൾ നേരത്തെ കണ്ടില്ലേ? നമുക്ക് ചെറിയ പീസുകളും സെലക്ഷൻ വരുന്നുണ്ട്. ഇപ്പൊ നമുക്കിപ്പോ 100 രൂപ ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ വീതി ആവാം. അങ്ങനെ ഏത് തരത്തിലാണെങ്കിലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇത് പാലക്കയല്ലേ? പാലക്കയുടെ തന്നെ ഒരു ഡിഫറെന്റ് സ്റ്റൈലാണ്. വിത്ത് ലോക്കറ്റ് ഒക്കെ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. പണ്ട് പാലക്ക എന്ന് പറഞ്ഞാൽ ആകമൊത്തം 2-3 ഒരു ചെയിനിൽ 2-3 എണ്ണം ലോക്കറ്റ് പോലെ. ശരിക്കും ട്രഡീഷണൽ പാലക്കയുടെ സ്റ്റൈൽ വേറെ ഉണ്ട്. അതിന് കുറച്ചുകൂടി വെയിറ്റ് വരും. അപ്പൊ ഇതില് എക്സ്ട്രാ ലോക്കറ്റിന്റെ ഒരു വർക്കും കൂടി. ഇതൊക്കെ ആകുമ്പോ എത്ര? കല്ല് കഴിച്ചിട്ടുണ്ട്. ഗോൾഡ് മാത്രം. ഇത് ഫുൾ സ്റ്റോൺസ് ആണ്. പച്ചയും ചുമപ്പും കാണുന്നതൊക്കെ കല്ലുകളാണ്. അതിന്റെ തൂക്കം കുറച്ചിട്ടാണ് വെയിറ്റ് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കല്ലിന്റെ തൂക്കത്തിന്റെ പ്രത്യേകത. ഇതിലൊക്കെ ഇങ്ങനെയുള്ള ആഭരണങ്ങളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്. കല്ലിന്റെ തൂക്കം ആണ് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കുന്നത്. ഗോൾഡിന്റെ മുത്തുകളൊക്കെ വെച്ചിട്ട് ഗോൾഡിന്റെ മുത്തുകൾ. ലക്ഷ്മി ഇത് നമ്മൾ നേരത്തെ ഒരു ഇതിൽ കണ്ടതാ. റൂബിയ. പക്ഷെ ഇത് പേള്. അതിന് കുറച്ച് ഡിഫറെന്റ് ആണല്ലേ? പേള് ഈ ഒരു ഡിസൈൻ വ്യത്യാസം ചെറിയ വ്യത്യാസം വരും. മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ മറ്റേത് റൂബിയാണ്, ഇത് പേളാണ്. പക്ഷെ വൈറ്റ് ആകുമ്പോ ഒന്നും കൂടി ഭംഗി തോന്നി. മാച്ചിങ് ആണ്. ശരി. ഇത് ലക്ഷ്മി മാല. ലോക്കറ്റിൽ മാത്രം ലക്ഷ്മി ഒരു റൗണ്ട് ലോക്കറ്റ്. ഈ റൗണ്ട് ലോക്കറ്റിന്റെ ട്രെൻഡ് ഇപ്പൊ നന്നായിട്ടുണ്ട്. ഓക്കെ. ഇപ്പൊ സാധാരണ എല്ലാവരും യൂസ് ചെയ്യുന്നു, സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യുന്നു. എങ്ങോട്ട് പോയാലും കമ്മലുണ്ട്. വട്ടത്തിലുള്ള കമ്മൽ, സ്റ്റഡ് മാതിരി. ലക്ഷ്മി ദേവി. ശരി. വലിയ ലോക്കറ്റ് ഒക്കെ ആയിട്ട് അത്യാവശ്യം. അതുപോലെ ലക്ഷ്മിക്ക് പകരം ഗണപതി അങ്ങനെ അല്ലേ? വേളാങ്കണ്ണി മാതാവിന്റെ നമുക്ക് ക്രിയേറ്റ് ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. വേളാങ്കണ്ണി മാതാവ് വരും. മക്കയുടെ രൂപം വരുന്ന
മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് വരുന്ന രീതിയിലുള്ള മക്കയുടെ പടം വരുന്നുണ്ട്. ഓർഡർ ചെയ്യുന്ന അനുസരിച്ച് അല്ലാതെ നമ്മള് കൺസ്ട്രക്ഷൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. എങ്ങനെ കസ്റ്റമേഴ്സിന്റെ ഇഷ്ടം അനുസരിച്ച് നമ്മളത് ചെയ്യണം. ശരി. ഇത് റൂബിയുടെ ഒരു നെക്ലസ്, റൂബി ബീഡ്സ് വരുന്ന നെക്ലസ്. പക്ഷെ ഇത് കുറച്ച് ഹെവി ആവും അല്ലേ? 8 പവൻ ഫുൾ റൂബിയാണ്. കമ്മൽ പക്ഷെ എടുത്തേക്കണത് വേറെ അല്ലേ? മൾട്ടി കളർ എടുത്തേക്കണത്. എക്സാക്ട് അല്ല എടുത്തേക്കണത്. ഓരോരുത്തരുടെ ചോയ്സ് ആണത്. ഫ്യൂച്ചർ യൂസ് നോക്കിയിട്ട് മൾട്ടി കളർ കോമ്പിനേഷൻ ആണ്. ഏതിനും ഇട്ട് യൂസ് ചെയ്യാവുന്ന രീതിയിലുള്ള സെറ്റ് ആയിട്ടല്ല. ഹെവി 3 പവൻ. വെയിറ്റ് തോന്നിക്കുന്ന 3.5 പവൻ. സമയത്തിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. ഞങ്ങളുടെ വിലാസം ടു ദ പ്രൊഡ്യൂസർ, ചമയം, കൈരളി TV, NH ബൈപ്പാസ്, വെനല PO, കൊച്ചിൻ 20. അപ്പോൾ നമ്മൾ വീണ്ടും കാണുന്നു അടുത്ത ആഴ്ച ഇതേ സമയം ഇതേ ദിവസം. Till then, it's Mekha.